ഹായ്. കടലിൻ്റെ അടിയിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി മറഞ്ഞെടുക്കുന്ന ഒരു നഗരം. സ്വർണവും സമ്പത്തും നിറഞ്ഞ ഒരു മഹാസാമ്രാജ്യം. പക്ഷെ ഒരു ദിവസം ഒരു ഭീമൻ ദുരന്തം. കടലുയർന്നു, നഗരം അപ്രത്യക്ഷമായി. അതിനുശേഷം ബാക്കിയുണ്ടായത് ഒരു പേര് മാത്രം, അറ്റ്ലാന്റിക്സ്. പക്ഷേ ഒരു ചോദ്യം, അറ്റ്ലാന്റിക്സ് ശരിക്കും ഉണ്ടായിരുന്നോ? അതോ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു കഥ മാത്രമായിരുന്നു അത്? ഇന്ന് സ്കോപ്പക്സ് മലയാളത്തിൽ നമുക്ക് ഡീകോഡ് ചെയ്യാം അറ്റ്ലാന്റിക്സിന്റെ രഹസ്യം. അറ്റ്ലാന്റിക്സിന്റെ കഥയുടെ പ്രധാന ഉറവിടം പുരാതന ഗ്രീക്ക് തത്വചിന്തകനായ പ്ലാറ്റോ ആണ്. ഏകദേശം 2300 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ അദ്ദേഹത്തിന്റെ കൃതികളിലാണ് അറ്റ്ലാന്റിക്സിനെ കുറിച്ചുള്ള വിവരണം കാണുന്നത്. പ്ലാറ്റോയുടെ കഥയിൽ അറ്റ്ലാന്റിക്സ് ഒരു സാധാരണ ദ്വീപായിരുന്നില്ല, വളരെ ശക്തമായൊരു നാഗരികതയായിരുന്നു അത്. വലിയ സൈനിക ശക്തി, സമ്പത്ത്, വലിയ നിർമ്മിതികൾ, കടലുമായി ബന്ധിപ്പിച്ച അത്ഭുതകരമായ നഗര ഘടന. അങ്ങനെ നോക്കുമ്പോൾ അതൊരു പുരാതന സൂപ്പർ പവർ പോലെയാണ് തോന്നുന്നത്. പ്ലേറ്റോയുടെ വിവരണത്തിലെ ഏറ്റവും വിചിത്രമായ ഭാഗം അറ്റ്ലാന്റിക്സിന്റെ തലസ്ഥാനമായിരുന്നു. നഗരത്തെ ചുറ്റി ഒന്നിനുള്ളിൽ മറ്റൊന്നായി വരുന്ന വൃത്താകൃതിയിലുള്ള കരഭാഗങ്ങളും ജലപാതകളും. മധ്യത്തിൽ പ്രധാന നഗരം, അതിനു ചുറ്റും വെള്ളം, വീണ്ടും കര, വീണ്ടും വെള്ളം, അങ്ങനെ നിരവധി വളയങ്ങൾ. ഇത്രയും വലിയൊരു നഗരം ശരിക്കും ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ തെളിവുകൾ എവിടെ? ഇതാണ് അറ്റ്ലാന്റിക്സിന്റെ ഏറ്റവും വലിയ ചോദ്യം. പ്ലാറ്റോയുടെ കഥ പ്രകാരം അറ്റ്ലാന്റിക്സ് ശക്തമായിരുന്നെങ്കിലും അവരുടെ അധികാരവും സമ്പത്തും അവരെ അഹങ്കാരത്തിലേക്ക് നയിച്ചു. പിന്നീട് ഒരു വലിയ ദുരന്തം സംഭവിച്ചു. അറ്റ്ലാന്റിക്സ് കടലിൽ അപ്രത്യക്ഷമായി എന്നാണ് കഥ. ഒരു വലിയ നാഗരികത ഒറ്റയടിക്ക് കടലിനടിയിലേക്ക്. പക്ഷേ ഇവിടെ ഒരു പ്രധാന കാര്യമുണ്ട്. അറ്റ്ലാന്റിക്സ് യഥാർത്ഥമായിരുന്നു എന്ന് തെളിയിക്കുന്ന നിർണായക പുരാവസ്തു തെളിവുകൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ഈ കഥയ്ക്ക് പിന്നിൽ എന്തെങ്കിലും യഥാർത്ഥ സംഭവം ഉണ്ടായിരുന്നോ? ഇവിടെയാണ് മറ്റൊരു പേര് വരുന്നത്, സാന്റോറിനി, ഇന്നത്തെ ഗ്രീസിലെ മനോഹരമായ ദ്വീപ്. പക്ഷെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സംഭവിച്ചത് ഒരു ഭീകരമായ പ്രകൃതി ദുരന്തമായിരുന്നു. തേര എന്ന അഗ്നിപർവ്വതം ഏകദേശം 3500 മുതൽ 3600 വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു എറൂപ്ഷൻ ഉണ്ടാക്കി. അതൊരു സാധാരണ വോൾക്കാനിക് എറൂപ്ഷൻ ആയിരുന്നില്ല. വലിയ അളവിൽ ചാരവും വോൾക്കാനിക് മെറ്റീരിയൽസും അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു. കടലിൽ വലിയ തിരമാലകളും ഉണ്ടായി. തേരയിലെ ഈ എറൂപ്ഷൻ ദ്വീപിന്റെ ഭൂമിശാസ്ത്രം തന്നെ മാറ്റിമറിച്ചു. ഇന്ന് സാന്റോറിനിയിൽ കാണുന്ന വലിയ കാൽഡേര ആ ഭീമൻ എറൂപ്ഷന്റെ ഫലമാണ്. ഈ കാലഘട്ടത്തിൽ മെഡിറ്ററേനിയൻ പ്രദേശത്ത് ശക്തമായ ഒരു നാഗരികത ഉണ്ടായിരുന്നു. മിനിയൻ സിവിലൈസേഷൻ കേന്ദ്രീകരിച്ചിരുന്ന ഈ സമൂഹം വ്യാപാരത്തിലും കടൽ യാത്രയിലും വളരെ മുന്നിലായിരുന്നു. തേര എറൂപ്ഷൻ, അതിന്റെ ആഘാതങ്ങൾ, കടലിലെ വൻ തിരമാലകൾ, പരിസ്ഥിതിയിലെ മാറ്റങ്ങൾ, ഇവ മിനിയൻ സിവിലൈസേഷനെ ബാധിച്ചിരിക്കാമെന്ന് ഗവേഷകർ കരുതുന്നു. അപ്പോൾ ഇതാണ് അറ്റ്ലാന്റിക്സ്. ഒരുപക്ഷെ തേര പോലെയുള്ള ഒരു യഥാർത്ഥ സംഭവം കാലക്രമേണ ഒരു വലിയ കഥയായി മാറിയിരിക്കും. പക്ഷേ ഇത് തെളിയിച്ചിട്ടില്ല. സാന്റോറിനി തന്നെയാണ് അറ്റ്ലാന്റിക്സ് എന്ന് പറയാൻ ശാസ്ത്രീയ തെളിവുകളില്ല. അറ്റ്ലാന്റിക്സിനെ കണ്ടെത്താൻ ലോകത്തിന്റെ പല ഭാഗങ്ങളും ആളുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അറ്റ്ലാന്റിക് ഓഷ്യൻ, മെഡിറ്ററേനിയൻ, സ്പെയിൻ, ഗ്രീസ്. പക്ഷേ ഇതുവരെ ഒരു സ്ഥലവും ഇതാണ് പ്ലാറ്റോ പറഞ്ഞ അറ്റ്ലാന്റിക്സ് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെയാണ് ഏറ്റവും വലിയ മിസ്റ്ററി. ഒരുപക്ഷെ അറ്റ്ലാന്റിക്സ് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അത് പ്ലാറ്റോ സൃഷ്ടിച്ച ഒരു കഥയായിരിക്കും, ഒരു യഥാർത്ഥ ദുരന്തത്തിന്റെ ഓർമ്മ. തലമുറകളിലൂടെ മാറി മാറി ഒരു ലെജൻഡ് ആയി മാറിയിരിക്കാം. ചിന്തിച്ചു നോക്കൂ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു നഗരം ഉണ്ടായിരുന്നിരിക്കാം. അവിടെ മനുഷ്യർ ജീവിച്ചു, വ്യാപാരം ചെയ്തു, സ്വപ്നങ്ങൾ കണ്ടു. പക്ഷേ ഇന്ന് അവരുടെ ലോകം എവിടെയാണ്? കടലിൻ്റെ അടിയിൽ, ചരിത്രത്തിൻ്റെ പേജുകളിൽ, അതോ മനുഷ്യൻ്റെ ഇമാജിനേഷനിൽ മാത്രം? നമ്മൾക്കൊന്നും ഉറപ്പായി പറയാൻ കഴിയില്ല. അറ്റ്ലാന്റിക്സിന്റെ ഒരു യഥാർത്ഥ നഗരമായിരുന്നോ അതോ ഒരു പുരാതന കഥ മാത്രമാണോ? അതിൻ്റെ ഉത്തരം ഇന്നും കടലിൻ്റെ ഇരുട്ടിൽ മറഞ്ഞു കിടക്കുന്നു. ഒരു പക്ഷേ അറ്റ്ലാന്റിക്സിന്റെ യഥാർത്ഥ രഹസ്യം അത് എവിടെയാണെന്നതിലല്ല, അത് എന്തുകൊണ്ടാണ് ഇന്ന് നമ്മളെ ഇത്രയും ആകർഷിക്കുന്നത് എന്നതാണ്. കടലിനടിയിൽ മറിഞ്ഞിരിക്കുന്ന ഒരു നഗരം, അല്ലെങ്കിൽ മനുഷ്യന്റെ ഏറ്റവും പഴയൊരു സ്വപ്നം. ഇത് സ്കോപ്പക്സ് മലയാളം. ഹിസ്റ്ററി, മിസ്റ്ററി,
SD കോഡ്. അടുത്ത രഹസ്യമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.